ഓമനയമ്മ. എനിക്ക് കണ്ണ് കാഴ്ചയില്ല. മുട്ടും കാലും വയ്യ. ഞാൻ തടി ഊതിയാണ് നടക്കണത്. എനിക്ക് ഇവിടെ പോലും ഇറങ്ങാനും കയറാനും ഒന്നും വയ്യ. എത്രയും പെട്ടെന്ന് നമ്മളെ ഇവിടുന്ന് ഇറക്കി ഉള്ള തുക തന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾ എവിടെയെങ്കിലും ചെന്ന് 1 സെന്റ് വാങ്ങിച്ച് പ്ലാസ്റ്റിക് എങ്കിലും വലിച്ചിട്ട് കിടക്കും. മൃഗശല്യം കാരണം നമുക്ക് നിവർത്തിയില്ല. ആനയുണ്ട്, കരടിയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, പോത്തുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ മൃഗവും ഉണ്ട്. എന്റെ മുറ്റത്താണ് ആന വന്നിരിക്കുന്നത്. ഇത്രയും നാളിന് ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആന ഓട്ടിച്ച് ആന ഓട്ടിച്ച് ഞങ്ങളില്ല, ചാലിലായിരുന്നു കിടന്നത്. കൊടുക്കാൻ പിന്നെ ആൾക്കാർ വന്നല്ലേ നമ്മളെ പിടിച്ച് കയറ്റി കൊണ്ടുവന്നത്. രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ കൊന്നനായിരുന്നു. എന്നിട്ട് ആന പോകുമായിരുന്ന ആഞ്ഞിലിന്റെ മൂട്ടിൽ നിന്ന് ആന മാന്തക്കവും വിളിയും. നമ്മക്ക് എഴുന്നേറ്റ് വരാനും പാങ്ങില്ല. കൊടുക്കാൻ അയൽവക്കക്കാർ വന്നിട്ട് ആന പോവില്ല. ആന വന്ന് കയറി കൊടുക്കാക്കൂ. അങ്ങനെ എങ്ങനെയെങ്കിലും പതുക്കെ ലൈറ്റ് അടിച്ച് ആന എഞ്ഞു കയറി. ആന എഞ്ഞു കയറിയതിന് ശേഷമാണ് അയൽക്കാർ വന്ന് നമ്മളെ പിടിച്ച് കയറ്റി രക്ഷിച്ചത്. അല്ലെങ്കിൽ നമ്മൾ രണ്ടും ചത്തനായിരുന്നു. അങ്ങനത്തെ സമയമാണ് നമുക്കിവിടെ ഈ പറഞ്ഞ കണക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ ഇറക്കി വിടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും പോയി 1 സെന്റ് മൃഗശല്യം ഇല്ലാത്തടത്ത് പാരി തിന്നാനുള്ള കോരി കുടിച്ചോണ്ടെങ്കിലും കിടക്കാം. ജോലിക്ക് പോയിട്ട് കയറി വരാൻ പറ്റൂല. ഒരു വക കൃഷി ചെയ്ത് ജീവിക്കാൻ നിവർത്തിയില്ല. 2-3 മരം നീക്കണ പോലും മുറിച്ച് കൊടുത്ത് എനിക്ക് ഗുളിക പോലും വാങ്ങിക്കാൻ നിവർത്തിയില്ലേ മക്കളെ. സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടാ. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു നിവർത്തിയും ഇല്ല. ജോലിക്ക് പോയിട്ട് അവന് വല്ലയിടത്തും ജോലിക്ക് പോകാന്ന് വെച്ചാൽ ജോലിക്ക് പോയിട്ട് കയറി വരാൻ എങ്ങനെ കയറി വരും? നേരം സന്ധ്യയാകുമ്പോൾ തടന്നില്ല ആന. പിന്നെ എങ്ങനെ വരും?